അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഉച്ചവനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ റസൂലുള്ള കാണുന്നത് എന്താണെന്നറിയോ? പടച്ചവനെ, ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് കരയുകയാണ്. ഉമർ തങ്ങളുടെ കരച്ചിൽ കണ്ടിട്ട് റസൂലുള്ളാഹിക്ക് അത്ഭുതമായി. കാരണം എന്തെന്നറിയോ? ഉമർ എന്ന് പറഞ്ഞ വല്ലാത്ത ധീരനാണല്ലോ. എല്ലാവർക്കും അവിടെ നിന്ന് പേടിയാണ് ഉമർ തങ്ങളെ. ഉമർ വരുന്നുണ്ടെന്ന് പറഞ്ഞ പടച്ചവനെ, ആ നാട്ടിലെ കുട്ടികൾ ഭക്ഷണം കഴിക്കുമായിരുന്നു അത്രേ. ആ നാട്ടിലൊരു പെണ്ണിന് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ലായിരുന്നു. ധൈര്യത്തോടു കൂടെ കടന്നു പോകാൻ കഴിയില്ലായിരുന്നു. പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞ ശത്രുക്കൾക്ക് മുഴുവനും പേടിയാ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു വരുന്നത്. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഏ ഉമറേ, എന്തിനാ കരയുന്നത്? എന്തു പറ്റി ഉമറേ? നിന്റെ ജീവിതത്തിൽ എന്താ നീ കരയാനുള്ള ഇത്രയും വലിയ വിഷമം എന്താ? പടച്ചവനെ, ഇതങ്ങ് ചോദിക്കണ്ട താമസമതാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ വേദനകളോ പ്രയാസങ്ങളോ സങ്കടങ്ങളോ വന്നിട്ടല്ല ഞാൻ കരയുന്നത്. എന്താണെന്നറിയോ? ഞാൻ അങ്ങയുടെ ചാരത്തേക്ക് കടന്നു വരുമ്പോ ഒരു മനുഷ്യൻ ഇരുന്നിട്ട് കരയുന്നത് കണ്ടു നബിയേ. ആ മനുഷ്യന്റെ കരച്ചിൽ കണ്ടിട്ടാ ഞാൻ കരയുന്നത്. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്ഭുതമായി. ഉമർ തങ്ങളെ വരെ കരയിപ്പിച്ച കരച്ചിൽ ആരുടെ കരച്ചിലാണ്? ഉമർ തങ്ങളെ വരെ വല്ലാതെ വേദനിപ്പിച്ച ഈ കരച്ചിൽ ആരുടെ കരച്ചിലാണ്? അതാ പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അതാ വിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഉമറേ, നിന്നെ കരയിപ്പിച്ച കരച്ചിൽ ആരുടേതാണ്? ആ മനുഷ്യനെ ഒന്ന് വിളിച്ചു കൊണ്ടുവരുമോ? ആ മനുഷ്യനെ ഒന്ന് വിളിച്ചു കൊണ്ടുവരുമോ? പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അതാ മനുഷ്യന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ആ മനുഷ്യൻ വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാ. പടച്ചവനെ, പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് അതാ അവിടെന്ന് പറയുകയാണ്, റസൂലുള്ള നിന്നെ വിളിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് നീ ഒന്ന് കടന്നു വരുമോ? പടച്ചവനെ, ആ സ്വഹാബിക്ക് ആ മനുഷ്യന് വരാൻ വല്ലാത്ത മടിയായി. കാരണം ആരാ വിളിക്കുന്നത്? ആരാ വിളിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. പടച്ചവനെ, പ്രവാചകന്റെ മുമ്പിലേക്ക് ചെല്ലുന്ന ഈ മനുഷ്യന്റെ അവസ്ഥ എന്താ? പാപങ്ങൾ ചെയ്തവനാ, ജീവിതത്തിൽ തെറ്റുകൾ ചെയ്ത് കൂട്ടിയവനാണല്ലോ. ആ പേടിയും ഈ ചെറുപ്പക്കാരന്റെ മനസ്സിനകത്തുണ്ട്. പടച്ചവനെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോ എങ്ങനെയാ വരാതിരിക്കുക? റസൂലല്ലേ വിളിക്കുന്നത്. അതാ മനുഷ്യൻ ഉമർ തങ്ങളെ പിന്നാലെ കടന്നു ചെല്ലുകയാണ്. ഉമർ തങ്ങളുടെ പിന്നാലെ ഇങ്ങനെ കടന്നു ചെന്നു. ഉമർ തങ്ങൾ പടച്ചവനെ, ആ മനുഷ്യനെ റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് നിർത്തുകയാ. ആ മനുഷ്യൻ അപ്പോഴും കരയുന്നുണ്ട്. അതാ റസൂലുള്ള ചോദിക്കുന്നുണ്ട്, മോനെ, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? എന്തിനാ? ഈ മനുഷ്യൻ അവിടെ നിന്ന് നെഞ്ചത്ത് കൈ വെച്ചിട്ട് കട്ടഹസിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ? പാപം ചെയ്തിട്ടാ നബിയേ, പാപങ്ങൾ ചെയ്തിട്ടാ നബിയേ, തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ടാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, പടച്ചവനെ, ഞാൻ ചെയ്ത തെറ്റെന്തെന്നറിയോ? എനിക്ക് മോശന സ്വഭാവമുണ്ട് നബിയേ, എനിക്ക് മോശന സ്വഭാവമുണ്ട് നബിയേ. ഞാൻ കള്ളനാ നബിയേ, ഞാൻ
ഞാൻ കള്ളനാ നബിയേ. പടച്ചവനെ, പ്രവാചകനോട് ഇത് പറയേണ്ട താമസമതാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, മോനെ കരയണ്ട കരയണ്ട. നീ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും, എത്ര വലിയ തെറ്റിന്റെ മുമ്പിലൂടെ കടന്നു പോയാലും പടച്ചു തമ്പുരാന്റെ പാപങ്ങൾ നിനക്ക് പുറത്തു തരുമെന്ന് അതാ പടച്ചവനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഈ ചെറുപ്പക്കാരൻ കരച്ചിൽ നിർത്തുന്നില്ല. വീണ്ടും അതാ പടച്ചവനെ പ്രവാചകൻ ചോദിക്കുകയാണ്, എന്തിനാ കരയുന്നത്? ആ മനുഷ്യൻ അവിടുന്ന് പറയുന്നു, നബിയേ, ഞാൻ കക്കുന്നത് എന്താണെന്നറിയോ? തന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, തന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളിലും ഞാനുണ്ട് നബിയേ. ആ മനുഷ്യന് മരണം തൊട്ട് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കാനും ഞാൻ കൂടെയുണ്ട് നബിയേ. പടച്ചവനെ, ആ മനുഷ്യന്റെ വീട്ടുകാരെ സമാധാനിപ്പിക്കാനും ഞാനുണ്ട് നബിയേ. ആ മനുഷ്യന്റെ ജീവിതത്തിൽ പടച്ചവനെ അവനെ കുളിപ്പിക്കാനും കഫം പൊതിയാനും ഖബറടക്കുന്നിടത്തും എല്ലാ സ്ഥലത്തും ഞാനുണ്ടാകും നബിയേ. പടച്ചവനെ, അവസാനം ആ മനുഷ്യനെ എടുത്തിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ ആ മനുഷ്യന്റെ ഖബറുണ്ടല്ലോ, ഖബർ വരെയും ഞാനുണ്ട് നബിയെ. നിസ്കരിക്കാനും ഞാനുണ്ട് നബിയെ. പടച്ചവനെ, ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അങ്ങനെ പടച്ചവനെ എല്ലാവരും പിരിഞ്ഞു പോയിട്ടേ ഞാൻ ആ ഖബറിന്റെ ചാരത്ത് നിന്ന് പോരുകയുള്ളൂ നബിയെ. എനിക്കവിടെ എന്താ പണിയെന്നറിയോ? ആ ഖബറിന്റെ ചാരത്ത് ഞാനൊരു അടയാളം വെക്കും നബിയെ. എന്നിട്ട് ഞാൻ അവിടുന്ന് തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാ. പാതിരാ സമയമായ എല്ലാവരും ഉറങ്ങിയെന്ന് കണ്ട പടച്ചവനെ, കുഴിവെട്ടുന്ന മഴവുണ്ടല്ലോ, ഞാൻ എന്റെ തോളിലേക്ക് എടുത്തു വെച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് പോകും നബിയെ. ആ മയ്യത്തിനെ ഞാൻ പുറത്തെടുക്കുകയാ. ഖബർ അവിടുന്ന് മാന്തിയിട്ട് ആ മയ്യത്തിന്റെ ശരീരത്തിൽ നിന്നുണ്ടല്ലോ, ആ മയ്യത്തിനെ കഫം പൊതിഞ്ഞ കഫം പുടയാൻ വലിച്ചൂരും നബിയേ. എന്നിട്ടുണ്ടല്ലോ അത് കഴുകി ശുദ്ധിയാക്കിയിട്ട് കമ്പോളത്തിൽ കൊണ്ടുപോയിട്ട് വിൽക്കും നബിയേ. പടച്ചവനെ, കക്കുക എന്ന് മാത്രമല്ല എന്റെ പ്രിയമുള്ളവരെ, എന്താ കക്കാൻ വേണ്ടി ഒരുങ്ങതെന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങള്. ഖബറിൽ പോയിട്ട് ഖബർ മാന്തിയിട്ട് മയ്യത്തിന്റെ കഫം പുടയാ വലിച്ചൂരുന്നത്. പടച്ചവനെ, കഫം പുട വലിച്ചൂരിട്ടോ അത് വൃത്തിയാക്കിയിട്ട് ഞാൻ കമ്പോളത്തിൽ കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ്. എന്റെ നാട്ടിലെ മയ്യത്തുണ്ടല്ലോ, എന്റെ നാട്ടിലെ മയ്യത്തുകളുണ്ടല്ലോ, പടച്ചവനെ, ഖബറിൽ കിടക്കുന്നത് മുഴുവനും നഗ്നമായിട്ടാ നബിയെ. അവർക്ക് കഫം പുടയില്ല നബിയെ. അതെല്ലാം ഞാൻ വലിച്ചൂരിയിരിക്കുകയാണെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, തെറ്റുകൾ ഓർത്തിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വന്നതാ. റസൂലുള്ള അവിടെന്ന് പറയുകയാണ്, മോനെ, നിനക്ക് പാപങ്ങളുണ്ട്, നിന്റെ ജീവിതത്തിൽ വലിയ തെറ്റാ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏകനായ റഹ്മാനായ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഉണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്റെ കരങ്ങളൊന്ന് ഉയർത്തിക്കോ. പടച്ച തമ്പുരാന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിക്കോ. എന്നാ പടച്ച റബ്ബ് നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു തആല പുറത്തു തരുമല്ലോ. പടച്ചവനെ, അവിടുന്ന് റസൂലുള്ള പറയുമ്പോ പ്രിയമുള്ളവരെ, ഈ ചെറുപ്പക്കാരൻ കരച്ചിൽ നിർത്തുന്നില്ല. വീണ്ടും അവിടുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സ്വഹാബാ, എന്തിനാ കരയുന്നത്? ചെറുപ്പക്കാരാ, നിന്റെ കരച്ചിൽ നിർത്താനായില്ലേ? നിനക്ക് അല്ലാഹ് പുറത്തു തരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പടച്ചവനെ, ഈ മനുഷ്യൻ അവിടുന്ന് പറയുന്നു, നബിയേ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് നബിയേ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് നബിയേ, തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, മോനെ, പടച്ച തമ്പുരാന്റെ മുമ്പിൽ അവിടുന്ന് പടച്ചവനെ അവിടെ നിന്ന് തൗബ ചെയ്യടാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് പടച്ചവനെ അത് പറഞ്ഞിട്ടും അവിടുന്ന് അതാ ഈ ചെറുപ്പക്കാരൻ കരച്ചിൽ നിർത്തുന്നില്ല. റസൂലുള്ള ചോദിക്കുകയാ, എന്തിനാ കരയുന്നത്?
നിനക്ക് തൗബയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ചെറുപ്പക്കാരനോട് കരച്ചിൽ നിർത്താത്തത് കൊണ്ട് റസൂലുള്ള ചോദിക്കുകയാണ്, നിന്റെ കാര്യമൊന്ന് പറയുവോ, നിന്റെ കാര്യമൊന്ന് പറയുവോ? പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ തന്റെ കാര്യങ്ങൾ പറയുകയാണ്. എന്താ പറയുന്നതെന്നറിയോ? പടച്ചവനെ, നബിയെ, എന്റെ നാട്ടിലെല്ലാവരും മരിച്ചാ ഞാൻ കൂടുമെന്ന് പറഞ്ഞല്ലോ, എല്ലാ കാര്യത്തിലും ഞാനുണ്ടെന്ന് പറഞ്ഞല്ലോ. പടച്ചവനെ, അതുപോലെ എന്റെ നാട്ടിലൊരു പെണ്ണ് ജീവിച്ചിരുന്നു. എന്റെ നാട്ടില് സുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിനെ കിട്ടാൻ എന്റെ നാട്ടിലെ ആളുകൾ മുഴുവനും ആഗ്രഹിച്ചിരുന്നതാണ്. പടച്ചവനെ, കാണാ വല്ലാത്ത സുന്ദരിയാ, കണ്ടാ നമ്മുടെ കണ്ണ് മനസ്സ് മയങ്ങി പോകുന്ന സൗന്ദര്യവാൻ നബിയേ. ആ പെണ്ണൊരു ദിവസം പടച്ചവനെ മരണപ്പെടുകയാണ്. ആ പെണ്ണ് മരണപ്പെട്ടു നബിയേ, ആ പെണ്ണ് മരണപ്പെട്ടു നബിയേ. അന്നത്തെ രാത്രി എല്ലാ കാര്യത്തിലും പങ്കെടുത്ത് രാത്രി സമയത്ത് ഞാൻ ആ ഖബർ മാന്താൻ പോവുകയാ. കഫംപുട എടുത്തിട്ട് കമ്പോളത്തിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ പോവുകയാ. പടച്ചവനെ, ഖബറിന്റെ ചാരത്തെത്തി ഖബർ മാന്തുകയാണ്, കഫംപുട വലിച്ചൂരുകയാണ്. പടച്ചവനെ, ഖബറിനകത്ത് കിടക്കുന്നത് സുന്ദരിയായ പെണ്ണാണല്ലോ. ശരീരം നഗ്നയായി കിടക്കുമ്പോ അവളെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നെന്നറിയോ? പടച്ചവനെ, ഈ മനുഷ്യൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ആ പെണ്ണിനെ ഖബറിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് ഞാൻ വ്യഭിചരിച്ചു നബിയേ. ഖബറിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് ആ പെണ്ണിനെ ഞാൻ വ്യഭിചരിച്ചു നബിയേ. പടച്ചവനെ, ഇത് പറയേണ്ട താമസമതാ. ഉമർ തങ്ങൾ കരഞ്ഞിട്ട് തളർന്ന് താഴെ വീഴുകയാ. പടച്ചവനെ, എവിടെ വെച്ചാ മോനെ വ്യഭിചരിച്ചത്? അല്ലാഹുവേ, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഖബറിന്റെ ഉള്ളറയെ കുറിച്ച് കേട്ടിട്ടില്ലേ മോനെ? പാമ്പുകളാണടാ, തേളുകളെ കൊണ്ട് നിറഞ്ഞതാണടോ ആ ഖബറെന്ന് പറയുമ്പോ. നിനക്ക് മാന്തിയ പാമ്പിനെയും തേളിനെയും കാണാൻ കഴിയില്ല. എന്നാ അതിന്റെ ഉള്ളറയിൽ കിടക്കുന്ന ഖബറാളിയുണ്ടല്ലോ, ഖബറിന്റെ തേളുകളെയും പാമ്പുകളെയും ഈ നാളങ്ങളും മുഴുവനും തെറ്റുകൾക്കനുസരിച്ച് കാണുകയാണ് മോനെ. അത് ഞാനും നിങ്ങളും പോയിട്ട് കിടക്കേണ്ടതാണല്ലോ. ആ ഖബറിന്റെ ഉള്ളറയിലാ, ആ ഖബറിന്റെ ഉള്ളറയിലാ പടച്ചവനെ പെണ്ണിനെ വെച്ചിട്ട് അവിടെ നിന്ന് വ്യഭിചരിച്ചത്. അല്ലാഹുവേ, അല്ലാഹുവേ, റസൂലുള്ള പടച്ചവനെ കണ്ണ് നിറഞ്ഞു പോയി. റസൂലുള്ള അത്ഭുതപ്പെടുകയാ. പടച്ചവനെ അവിടെ നിന്ന് നെഞ്ചത്ത് കൈ വെച്ച് പോവുകയാ. അല്ലാഹുവേ, ആരിക്കാ ധൈര്യം വരുന്നത് മോനെ? അല്ലാഹുവേ, ദുനിയാവിൽ എത്ര വലിയ പോക്കിരത്തരം കാട്ടുന്നവനാകട്ടെ, എത്ര വലിയ അടിയും പിടിയും കെട്ടിയിട്ട് നടക്കുന്നവനാകട്ടെ മോനെ, പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ പള്ളിക്കാട്ടിലേക്കൊന്ന് പോടാ എന്ന് പറഞ്ഞ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? പള്ളിക്കാടിന്റെ ചാരത്തേക്കൊന്ന് കടന്നു ചെല്ലാൻ എന്റെ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? ദുനിയാവിന് പടച്ചവനെ ജീവിക്കുന്ന കാലഘട്ടത്തില്, ജീവിക്കുന്ന സമയത്ത് മോനെ മനസ്സൊന്ന് ശാന്തമാക്കാ നീ പള്ളിക്കാട്ടിലേക്കൊന്ന് പോയി നോക്ക്. അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരുമെടാ, മരണത്തെ കുറിച്ച് ഓർമ്മ വരുമെടാ, മഅ്ശറയെ കുറിച്ച് ഓർമ്മ വരുമല്ലോ, സിറാത്തിനെ കുറിച്ചും ഹിസാബിനെ കുറിച്ചും ഖബറിന്റെ ഉള്ളറയെ കുറിച്ചും ഓർമ്മ വരാൻ മോനെ ഖബറടക്കുന്നതൊന്ന് കണ്ടു നോക്ക് നീ. ആ ഖബറിന്റെ ഉള്ളറയിലേക്കൊന്ന് ഇറങ്ങി നോക്ക് നീ. നിന്റെ മനസ്സുകൊണ്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ ഖബറിന്റെ ഉള്ളറയിൽ വെച്ചിട്ടാ വ്യഭിചരിച്ചത്. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, നബിയെ തെറ്റുപറ്റി നബിയെ, തെറ്റുപറ്റി നബിയെ, തെറ്റുപറ്റി നബിയെ, എനിക്ക് തൗബയുണ്ടോ നബിയെ, എനിക്ക് തൗബയുണ്ടോ നബിയെ? എന്റെ പ്രിയമുള്ളവരെ, ഈ ചങ്ങാതി കടന്നു വന്നുകൊണ്ട് പറയാ, നബിയെ, ഞാൻ കഫംപുട വലിച്ചൂരിയിട്ട് അത് കമ്പോളത്തിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നവനാ.
ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്ര വലിയ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? എന്നാ ഈ തെറ്റ് ആലോചിച്ച് നോക്കുമ്പോൾ പടച്ചവനെ നമുക്ക് തോന്നുക ഞാനൊന്നൊരു തെറ്റും ചെയ്യുന്നില്ലേ എന്ന് അല്ലേ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കടന്നു വന്നിട്ട് ചോദിക്കാ, മോനെ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാ, നബിയേ, എന്റെ ജീവിതത്തിൽ ഈ തെറ്റ് മുഴുവനും ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് തൗബയുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ, നിനക്കും അള്ളാഹു പുറത്തു തരും, നിനക്കും അല്ലാഹു തആല പുറത്തു തരും. ആ സമയത്ത് ഇതങ്ങ് കേട്ടപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അരിശം വന്നു. കാരണം അത്രയ്ക്ക് മോശപ്പെട്ട വലിയ തെറ്റല്ലേ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ഈ തെറ്റിനെ കുറിച്ച് പടച്ചവനെ അവിടുന്ന് ആലോചിച്ചിട്ട് ഉമർ തങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം വന്നു. ഉമർ തങ്ങൾ പറഞ്ഞു, അള്ളാന്റെ ഹബീബേ, ഈ മനുഷ്യന് തൗബയുണ്ടെന്നോ, പടച്ച റബ്ബ് പുറത്തു കൊടുക്കുന്നോ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, ഖബറിൽ വെച്ചിട്ട് വ്യഭിചരിച്ചവനും 100 പേരെ കൊന്നവനും കഫം പുട എടുത്തവനൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. എന്നാ പുറത്തു കൊടുക്കാത്ത പടച്ച റബ്ബ് പുറത്തു കൊടുക്കാത്ത വിഭാഗം നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇല്ലതും ഇല്ലാത്തതും പറഞ്ഞ് ഗീബത്തും നമീമത്തും കളവും പറഞ്ഞ് എന്റെ പ്രിയമുള്ളവരെ സമൂഹത്തിന്റെ മുമ്പിലൂടെ മുഴുവനും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അല്ലാഹു തആല പുറത്തു തരൂല. ഇത്രയും തെറ്റ് ചെയ്തവനൊക്കെ പുറത്തു കൊടുക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവന്റെ പച്ച ഇറച്ചി തിന്നിട്ട് മറ്റുള്ളവരെ ഗീബത്തും നമീമത്തും പറഞ്ഞു നടന്നാൽ അത് അവനോട് പൊരുത്തം ചോദിച്ച് അവന്റെ മുമ്പിൽ പൊട്ടിക്കരയാതെ നിനക്ക് അല്ലാഹു തആല പുറത്തു തരില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കും. ആലോചിച്ച് നോക്കുന്നു, ആലോചിച്ച് നോക്കും. നമ്മൾ പറയും, ഉസ്താദേ, ഞാൻ അത്രയ്ക്കൊന്നും തെറ്റ് ചെയ്യുന്നില്ല. എന്നാ മോനെ, ഒരു ദിവസം നീ പറയുന്നതൊന്ന് റെക്കോർഡ് ചെയ്യും. മൊബൈൽ ഫോൺ എടുത്തിട്ട് ഒരു ദിവസം നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്നാ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയും, പടച്ച റബ്ബേ, ഞാനൊരു ദിവസം എന്തെല്ലാം കാര്യം പറയുന്നുണ്ട്. ഗീബത്തുണ്ടോ, നമീമത്തുണ്ടോ, മറ്റുള്ളവർക്ക് പറ്റാത്തതുണ്ടോ, പടച്ച റബ്ബിന് പറ്റുന്നതുണ്ടോ, പറ്റാത്തതുണ്ടോ എന്നൊക്കെ നമുക്ക് അപ്പം തിരിയും. മനസ്സിലായോ നിങ്ങൾക്ക്? രാത്രിയിൽ കിടക്കുമ്പോൾ അതൊക്കെ ഒന്ന് കേട്ട് നോക്കും. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചിട്ട് അറിയണം, നമ്മൾ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് ഇല്ലതും ഇല്ലാത്തതും പറയരുത്. മാത്രമല്ല, നമ്മൾ നന്മ ചെയ്യും. ചില ആളുകളൊക്കെ നന്മ ചെയ്യും, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പറയാ, ഞാൻ എന്തായാലും സ്വർഗത്തിലായിരിക്കും, ഞാൻ എന്തായാലും സ്വർഗത്തിലായിരിക്കും, കാരണം ഞാൻ ഇന്നാലിന്ന നന്മകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ പാപങ്ങളെ സഹായിച്ചിട്ടുണ്ടല്ലോ, മറ്റുള്ളവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ സമ്പത്ത് ഞാൻ ദീനിന് വേണ്ടി ചെലവഴിച്ചില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട് അല്ലെ? കൊടുത്തത് എടുത്ത് പറയാം, മന്ന്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മന്നാൻ അല്ലെ, കൊടുത്ത കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് പറയുന്നത്, അതിൽ ഹക്കില്ല എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ നിനക്ക് നാശമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കൊടുത്തത് അവിടെ നിന്ന് എടുത്തു പറയരുതേ. പടച്ചവനെ, ഞാൻ ഇന്നാലിന്ന നന്മകളൊക്കെ ചെയ്തിട്ടുണ്ടോ, ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ നന്മയുണ്ടാകുമല്ലോ, ഞാനാ വലിയ ഉന്നതന്. പടച്ചവനെ, എൻ്റെ നാട്ടിലൂടെ പാവപ്പെട്ടവരായ ആളുകൾ കടന്നു വന്നപ്പോ എന്നെ കൊണ്ട് കഴിയുന്നതോ ഇത്ര രൂപ ഞാൻ അവന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തവനാണോ, അല്ലെങ്കിലോ എൻ്റെ നാട്ടിൽ എൻ്റെ അയൽവാസി ഞാൻ ജോലി കൊടുത്തിട്ട് വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിലോ അവനക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, വസ്ത്രം കൊടുത്തിട്ടുണ്ടോ. പടച്ചവനെ, ഇതെല്ലാം പറഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാരാ, അല്ലെങ്കിലോ ഏതെങ്കിലും ഒരു അങ്ങാടിയിലോ ഒരു പാവപ്പെട്ടവനെ കാണുമ്പോ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട അച്ഛനെയോ വാപ്പയെയോ ഉമ്മയെയോ കാണുമ്പോ, കൈയില്ലാത്തവരെ കാണുമ്പോ, കാലില്ലാത്തവരെ കാണുമ്പോ, പടച്ചവനെ, ഒരു ഭാഗത്ത് ക്യാമറ വെച്ചിട്ടോ അല്ലാഹുവേ അവിടെ കയ്യിൽ കൊണ്ടുപോയിട്ട് പണം കൊടുക്കുകയാ, എന്നിട്ടത് ക്യാമറയിൽ ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണോ, എന്നിട്ടത് ആ സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യുകയാണോ, ഇൻസ്റ്റഗ്രാമിൽ ഇടുകയാണ്, വാട്സപ്പിൽ ഇടുകയാണോ, സ്റ്റോറി ആയിട്ടിടുകയാണോ, പടച്ചവനെ ഫേസ്ബുക്കിലൂടെയും വിട്ടിട്ടോ അതാ പ്രചരണം നടത്തുകയാ. മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ,
അതാ മഹാനായ അല്ലാമ അബ്ദുല്ലാഹി ഇബ്നു ശുബ്റം റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വന്നു. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ശുബ്റം റളിയല്ലാഹു തആല അൻഹു, ശുബ്റം റളിയല്ലാഹു തആല അൻഹു മഹാനവர்கள் താബികളിൽ പെട്ട മഹാനാ. അതാ ഒരിക്കൽ ഒരാൾ കടന്നു വരികയാ. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, തങ്ങളെ ഫഅൽതു ബിഫുലാനിൻ കദാ ഫഅൽതു ബിഫുലാനിൻ കദാ, ഇന്നാലിന്ന വ്യക്തിക്ക് ഞാൻ ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വഅതൈതു ഫുലാനൻ കദാ, ഇന്നാലിന്ന വ്യക്തിക്കുണ്ടല്ലോ ഞാൻ വസ്ത്രം കൊടുത്തിട്ടുണ്ട്, പാർപ്പിടം കൊടുത്തിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട്. പടച്ചവനെ കൊടുത്ത കാര്യങ്ങൾ, നൽകിയ കാര്യങ്ങൾ പറയുകയാണ്. മാത്രമല്ല വഹദംതു ഫുലാന ബികദാ, ഞാനൊരാൾക്ക് ഇന്നാലിന്ന ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്, അവനിക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്, അവന്റെ വീട് പണി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഠിച്ചവനെ ചെയ്ത കാര്യങ്ങള് അല്ലാഹുവേ അവിടുന്ന് ഖിദ്മത്ത് ചെയ്തത് നൽകിയത് എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് മോനെ ഒരാൾ കടന്നു വരികയാ. ഒരാൾ അതിനെ കുറിച്ച് അറിയാൻ കടന്നു വരികയോ. അല്ലാഹുവേ മഹാനവറുകൾ അവിടുന്ന് പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയോ? ലാ ഖൈറ ഫിൽ മഅറൂഫി ഇദാ അസാ. മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ്, ഈ പറയപ്പെട്ട കാര്യമുണ്ടല്ലോ, ഇതിൽ അല്ലാഹനെ കണ്ടിട്ടില്ല എങ്കില്, മോനെ ഉദ്ദേശം മോശമാണെങ്കില് നിന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നില്ല, ഇതിൽ നിനക്കൊരു ഖൈറുമില്ലെന്ന്. അതാ പടച്ചവനെ മഹാനവറുകൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മോനെ നിസ്കരിച്ചതും നോമ്പെടുത്തതുമെല്ലാം പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്, പാവപ്പെട്ടവനെ സഹായിച്ചത് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. നീയൊന്ന് മനസ്സിലാക്കടാ, നീയൊന്ന് മനസ്സിലാക്കടാ, മറ്റുള്ളവരെ കാണിക്കാനല്ല നീ സ്വതക്ക കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, മോനെ നീ വലത് കൈകൊണ്ട് നിന്റെ മുമ്പിലൂടെ കടന്നു വന്ന പാവപ്പെട്ടവന് കൊടുത്ത, വീടില്ലാത്തവന് കൊടുത്ത, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുത്ത, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്ത, പടച്ചവനെ മരുന്നില്ലാത്തവന് മരുന്ന് വാങ്ങിക്കൊടുത്ത, നിന്റെ ഇടത് കൈ അതറിയരുതെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ ഇന്ന് പരസ്യമായിട്ടാണ് പടച്ചവനെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, പാവങ്ങളെ സഹായിക്കുന്നത്, എന്നിട്ടത് പ്രചരിപ്പിക്കുകയാണ് സമൂഹത്തിന്റെ മുമ്പിലൂടെ. അതുകൊണ്ട് എന്ത് നേട്ടമാ ലഭിക്കാനുള്ളത്? അതുകൊണ്ട് എന്ത് നേട്ടമാ നമുക്ക് ലഭിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മൾ അല്ലാഹുവേ അവിടുന്ന് കരുതുകയാണ്, പാപങ്ങളെ ദുനിയാവിൽ വെച്ചിട്ട് സഹായിച്ചിട്ടുണ്ടല്ലോ, നന്മകൾ ചെയ്തിട്ടുണ്ടല്ലോ. അല്ലാഹുവേ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ നമ്മളെ ഏടിങ്ങനെ എടുത്തു നോക്കുമ്പോ ഈ നന്മകളൊന്നും കാണുന്നില്ല. അതാവിടുന്ന് അടിമകളായ പാവങ്ങളായ നമ്മള് പടച്ചവനെ ഏട് നമ്മുടെ കയ്യിലേക്ക് തരുമ്പോ ഈ ചെയ്ത നന്മകൾ കാണുന്നില്ല. റബ്ബിനോട് പരാതി പറയുകയാ, അല്ലാഹുവേ ഞാൻ ഇന്നാലിന്റെ നന്മ ചെയ്തിട്ടുണ്ട് അല്ലാ, ഞാൻ ഇന്നാലിന് ആക്ക് സ്വതക്ക കൊടുത്തിട്ടുണ്ട് അല്ലാ. പടച്ചവനെ ഇതിങ്ങനെ പറയുമ്പോ അല്ലാഹു തആല പറയുകയാ, അല്ലാഹു തആല പറയുകയാ, മോനെ നീ ആര് കാണാനാടാ സ്വതക്ക കൊടുത്തത്? ആര് അറിയാനാടാ ദാനധർമ്മങ്ങൾ ചെയ്തത്? മറ്റുള്ളവർക്ക് മുമ്പിൽ നീ വലിയ ധർമ്മിട്ടനെന്ന് പറയാനല്ലേ, സ്വതക്ക ചെയ്യുന്നവെന്ന് പറയാനല്ലേ, മറ്റുള്ളവർ നിന്നെ ഇഷ്ടപ്പെടാനല്ലേ, നിന്നെ സോഷ്യൽ മീഡിയയിലൂടെ വാഴ്ത്തി പറയാനല്ലേ? എന്തിനാണോ നീ ആഗ്രഹിച്ചിട്ട് നീ സ്വതക്കയും സക്കാത്തും ഒക്കെ കൊടുത്തത്? മോനെ അവര് കാണാനാ,
ആളുകൾ നിന്നെ കുറിച്ച് നല്ലത് പറയാനല്ലേ. എന്നാ അല്ലാഹു പറയും, എൻ്റെ പ്രിയമുള്ളവരെ, നിന്റെ നാട്ടുകാർ നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞില്ലേ, കൂട്ടുകാര് നല്ലത് പറഞ്ഞില്ലേ, നാട്ടുകാര് നല്ലത് പറഞ്ഞില്ലേ, നീ ദാനധർമ്മനാണ്, പടച്ചവനെ പാവങ്ങളെ സഹായിക്കുന്നവനാണ്, മറ്റുള്ളവർക്ക് മുമ്പിലേക്ക് പടച്ചവനെ എല്ലാം എടുത്തു കൊടുക്കുന്നവനാ, നീ നല്ലവനാണെന്ന് നാട്ടുകാര് പറഞ്ഞില്ലേ, മോനെ തീർന്നല്ലടാ. നീ അല്ലാഹുവിന് വേണ്ടിയിട്ടല്ല ചെയ്തത്, അതാ അവരെടുത്ത് ചെല്ലടാ, അവരോട് പോയിട്ട് നീ പ്രതിഫലം ചോദിക്ക്. നീ ആഗ്രഹിച്ചത് മറ്റുള്ളവർ കാണാനാ, അവർ നല്ലത് പറയാനാ, എന്നാൽ അതവർ കണ്ടിട്ടുണ്ട്, അവർ നിന്നെ കുറിച്ച് നല്ലതും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടുന്ന് പ്രതിഫലമില്ല. പഠിച്ചവനെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇന്ന് പല ആളുകളുടെയും സഹായങ്ങൾ അങ്ങനെയാണ്. പല ആളുകളുടെയും സഹായങ്ങൾ, അവിടെ നിന്നുള്ള ദാനധർമ്മങ്ങൾ അങ്ങനെയാണ്. ഒരു ഭാഗത്ത് അവിടെ നിന്ന് ക്യാമറ വെക്കുക, എന്നിട്ട് ഒരു ഭാഗത്ത് നിന്നിട്ട് നമ്മൾ ദാനധർമ്മം ചെയ്യുക, എന്നിട്ട് പിന്നെ ആരും കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ വല്ല വെച്ചിട്ട് പോകുക, പറഞ്ഞിട്ട് പോകുക, അല്ലേ? ആ ചിലപ്പോൾ ആ കൊടുക്കുന്ന വ്യക്തി മാത്രമേ ഇതറിയാത്തുള്ളൂ. ലോകത്തിന്റെ മുമ്പിലുള്ള എല്ലാ ആളുകളും ഈ സംഭവം അറിയുന്നുണ്ട്. ഇന്നത്തെ ദാനധർമ്മങ്ങൾ അങ്ങനെയാണ്. ചില ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട്, പാവപ്പെട്ട ആളുകള് ഈ റോഡരികിലൊക്കെ നിൽക്കുന്ന ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് ഒരുത്തം വന്നിട്ട് ബാക്കിൽ വന്ന് ഭക്ഷണ കിറ്റ്, വസ്ത്ര കിറ്റ്, പച്ചക്കറി കിറ്റൊക്കെ വെച്ചിട്ട് അവന് എല്ലാം അവിടുന്ന് പോകും. അവനവിടുന്ന് പോകും. ആ പാവപ്പെട്ട അമ്മ അച്ഛന് ബാക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോ പടച്ച റബ്ബേ അവിടെ ഭക്ഷണ പൊതി ഇരിക്കുന്നു, വസ്ത്രപ്പൊതി ഇരിക്കുന്നു, പച്ചക്കറി കിറ്റ് ഇരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോ അമ്മ അന്തം വിടുകയാണ്, അല്ലെങ്കിൽ അച്ഛൻ അന്തം വിടുകയാണ്. എന്നിട്ട് ഇങ്ങനെ നോക്കും. ആ സഹോദരൻ ഇങ്ങനെ വല്ലാതെ സങ്കടത്തോടു കൂടി കണ്ണ് നിറയും, കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? ആ അമ്മയും അച്ഛനും വാപ്പയും സഹോദരനും അമ്മയും ഉമ്മയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ എന്നിട്ട് കൊണ്ടുപോയിട്ടില്ല. ലോകം മുഴുവനും കണ്ട്, ലോകം മുഴുവനും കണ്ട്. മനസ്സിലായോ? ആ മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യൻ മാത്രം അറിഞ്ഞില്ല. ഇന്നത്തെ സ്വതക്കയും സക്കാത്തുകളും ദാനധർമ്മങ്ങളുടെ അവസ്ഥ ഇതാ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എവിടെ നിന്നാണ് പടച്ച റബ്ബ് ഇതിനൊക്കെ പ്രതിഫലം നൽകുന്നത്? എന്നിട്ട് പറയും നമ്മൾ പല ആളുകളും, അവൻ എന്തൊക്കെ നന്മകൾ ചെയ്യുന്നുണ്ട് ഉസ്താദേ, അവരൊന്നും പറയാൻ പാടില്ല, അല്ലേ? എടാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് പ്രതിഫലം ലഭിക്കണമെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് അല്ലാഹു തആല പ്രതിഫലം തരണമെങ്കിൽ, റബ്ബിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് ദാനധർമ്മങ്ങൾക്കുള്ള പ്രതിഫലം തരണമെങ്കിൽ, അത് അല്ലാഹു തആല കാണാൻ വേണ്ടിയിട്ട് റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ചെയ്യണം. അല്ലാതെ നാട്ടുകാർ കാണാൻ വേണ്ടി ചെയ്താൽ ഈ പറയുന്നതിൽ നിന്ന് ഒരു അണുമണി തൂക്കം പോലും നമുക്ക് ലഭിക്കില്ല. മനസ്സിലായോ? മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു, മറ്റുള്ളവർക്ക് ചെയ്തു, മറ്റുള്ളവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തു, കൊടുത്തു, നൽകി, ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കടന്നു വന്നവനോട് മഹാനായ ശുബ്രമ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞത്, മോനെ, നീ പറയുന്ന ലാ ഖൈറ ഫിൽ മഅറൂഫി ഇദാ അഹ്സാ, നീ അല്ലാഹുവിന്റെ പ്രീതി ഇല്ല എങ്കിൽ ഈ പറയുന്ന കാര്യത്തിലൊന്നും യാതൊരു ഇതുമില്ല, യാതൊരു കാര്യമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ ചെയ്ത് കൂട്ടിയ എല്ലാ നന്മകളും അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ദുആ ചെയ്യണം. എന്താണ് അവിടുന്ന് പ്രാർത്ഥിക്കേണ്ടതെന്നറിയോ? പടച്ചവനെ, നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഉസ്താദ് സ്വതക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അവിടുന്ന് നന്മയോട് കൂടെ ഞങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പടച്ചവനെ, എത്രയോ നന്മകളാ ഞങ്ങൾ ചെയ്തിട്ടുള്ളതെന്നറിയോ? അതാ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന വാപ്പാ, പടച്ച തമ്പുരാനോട് ഹൃദയത്തിൽ അല്ലാഹുവിലേക്കുള്ള തഖ്വയുണ്ടാകട്ടെ, അല്ലാഹ് കാണാൻ എന്നുള്ള തഖ്വയുണ്ടാകട്ടെ. മാത്രമല്ല, അവിടുന്ന് ദുആ ചെയ്യണല്ലോ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. പടച്ച തമ്പുരാൻ
തമ്പുരാന്റെ മുമ്പില് കരങ്ങൾ ഉയർത്തിയിട്ട് അള്ളാഹിനോടൊന്ന് ദുആ ചെയ്യോ. പടച്ച തമ്പുരാൻ നമ്മുടെ അമലുകൾ മുഴുവനും അവിടെ നിന്ന് സ്വീകരിക്കുമല്ലോ. അല്ലാതെ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, പടച്ചവനെ റബ്ബിന് വേണ്ടിയിട്ടാകാനുള്ള മനസ്സ് വരണം കേട്ടോ. അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ദുനിയാവിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും അവിടുന്ന് സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനൊരു മുഖലിസാ, ഇവനൊരു പാവപ്പെട്ടവനാ, ഇവനൊരു നല്ലവനാ എന്നുള്ളൊരു ബോധം പടച്ച റബ്ബിന് നമ്മളെ കുറിച്ച് വരാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ? എത്ര വലിയ പ്രാർത്ഥന നമ്മൾ നടത്തുമ്പോഴും ആ പ്രാർത്ഥന സ്വീകരിക്കാൻ അതിന്റെ ഉള്ളറയിൽ നമ്മൾ പെടുത്തണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്ന പരിശുദ്ധമായ വാക്യം എൻ്റെ പ്രിയമുള്ളവരെ നീ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. നിന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടില്ല എന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പല ആളുകളും പറയുമല്ലോ, ഉസ്താദേ പ്രാർത്ഥന നടത്തുന്നുണ്ട്, പടച്ച റബ്ബ് കേൾക്കുന്നില്ലെന്നാ തോന്നുന്നേ. പ്രാർത്ഥന നടത്തുന്നുണ്ട്, പടച്ച റബ്ബ് എന്നെ കൈവിട്ടു എന്നാ തോന്നുന്നേ. മോനെ, എല്ലാ ദിവസവും നിന്റെ ഓരോന്ന് ചലനത്തിലും പ്രാർത്ഥനയിലും റബ്ബിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തുമ്പോഴൊക്കെ ഈ പ്രാർത്ഥന നീ ഒന്ന് ഉൾപ്പെടുത്ത്. ഈ പ്രാർത്ഥന നീ ഒന്ന് ഉൾപ്പെടുത്ത്. നിനക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ അവിടുന്ന് ഉത്തരം ലഭിക്കുന്നതായിട്ട് നിനക്ക് കാണാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയമുള്ളവരെ, ഒരു സഹോദര്യ ബന്ധം നമ്മൾ എപ്പോഴും നിലനിർത്തണം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം വേണം. നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും ബോധവും ഒക്കെ നമുക്ക് വേണം. ഇല്ല എങ്കിലുള്ള അവസ്ഥ എന്തെന്നറിയോ? പടച്ചവനെ, ചില വീടുകളിൽ വാപ്പ വേറെ റൂമിലാ, ഉമ്മ വേറെ റൂമിലാ ജീവിക്കുന്നത്, കിടക്കുന്നത് അങ്ങനെയാ. ചില ഉമ്മമാരും വാപ്പമാരൊക്കെ മനസ്സിലാക്കിയിരിക്കുക, മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും, അതായത് വാപ്പയും ഉമ്മയും മാറിക്കിടക്കണം എന്നാ ചില വാപ്പമാരും ഉമ്മമാരെയും അവസ്ഥ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുന്നത് വരെ എൻ്റെ പ്രിയമുള്ളവരെ ഓരോ ഭാര്യമാരുടെയും തൊട്ടടുത്തായിരുന്നു കിടന്നിരുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത്, വീട്ടിനകത്ത് സമാധാനം നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് വാപ്പയും ഉമ്മയും രണ്ടിടങ്ങളിലായിട്ട് കിടക്കുക എന്നത്. ചിലപ്പോൾ വാപ്പാക്ക് ഉമ്മ അടുത്ത് കിടക്കുന്ന പറ്റൂല, ചിലപ്പോൾ ഉമ്മാക്ക് വാപ്പ അടുത്ത് കിടക്കുന്ന പറ്റൂല. ഇത് വല്ലാത്തൊരു, എൻ്റെ പ്രിയമുള്ളവരെ, കുടുംബ ജീവിതത്തിൽ തകരാറ് സംഭവിക്കുന്ന വലിയൊരു കാര്യമാണ്. വാപ്പയും ഉമ്മയും സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ കാണണം. എന്നാലേ നമ്മുടെ മക്കൾക്കിടയിൽ സഹോദര്യ ബന്ധങ്ങൾ വളരുകയുള്ളൂ. മനസ്സിലായ നിങ്ങൾക്ക്? മാത്രല്ല, അത് അവർക്ക് അവരുടെ കുടുംബ ജീവിതത്തിൽ അവരെ ഭാര്യയെയും അവരെ ഭർത്താവിനെയും സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയൊരു ഗുണപാഠം കൂടെയാണ്. മക്കളെ മുമ്പിൽ വെച്ചിട്ട് ഒരിക്കലും ബാപ്പ ഉമ്മയെ ചീത്ത പറയാൻ പാടില്ല, ഉമ്മ ബാപ്പയെ ചീത്ത പറയാൻ പാടില്ല. പടച്ചവനെ, മോശപ്പെട്ട ഒരു സംസാരം എന്തുണ്ടെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് പറയാൻ പാടില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. കാരണം അത് കുടുംബ ജീവിതത്തിൽ, സൗഹൃദ ബന്ധത്തിൽ, മക്കൾക്കിടയിൽ സ്നേഹബന്ധങ്ങൾക്കും അവരുടെ ഭാവി ജീവിതത്തിനും അത് വലിയ കോട്ടം സംഭവിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സ്വന്തം ചോര എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് തന്നതാണ്. ഞാനിത് പറയാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയാകില്ല നമ്മുടെ പ്രിയപ്പെട്ട ഓരോ മക്കളുടെയും വളർച്ചയും പ്രവർത്തനമൊക്കെ. നമ്മൾ സഹോദര്യ ബന്ധത്തെ കാത്തു സൂക്ഷിക്കാനും, എൻ്റെ പ്രിയമുള്ളവരെ, സഹോദര്യ ബന്ധത്തെ അവിടുന്ന് ചേർത്ത് പിടിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം പൂക്കോട്ടൂർ നടന്നൊരു സംഭവം ഉണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ജുനൈദ് എന്ന് പറയുന്ന ഒരു ജ്യേഷ്ഠന് തൻ്റെ അനിയൻ അമീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ സുബഹി നമസ്കാരത്തിന്റെ ആ സമയത്ത്, ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആരും അറിയാതെ കടന്നു വന്ന് അവിടുന്ന് കുത്തിക്കൊന്നു കളഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആ വാർത്ത ഞാനിങ്ങനെ കണ്ടപ്പോൾ പടച്ച റബ്ബേ അത്ഭുതപ്പെട്ടു പോയി, കണ്ണ് നിറഞ്ഞു പോയി. സ്വന്തം ഒരു കുടലിൽ നിന്ന് മുറിക്കപ്പെട്ട രണ്ട് വ്യക്തികളാണ്. മാത്രമല്ല, ആ വീടിനകത്ത് ഉമ്മയുണ്ട്, സഹോദരിയുണ്ട്, മറ്റു ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരാരും അറിഞ്ഞില്ല. എല്ലാം കഴിഞ്ഞിട്ട് പടച്ച റബ്ബേ അവരൊക്കെ അറിയുന്നത്. ഇവൻ അങ്ങനെ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങുകയാ, എൻ്റെ അനിയനെ ഞാൻ കുത്തിക്കൊന്നിട്ടുണ്ട്.
പടച്ചുറപ്പി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളെ അവസ്ഥ. ആ ഉമ്മ എങ്ങനെയാ അത് സഹിക്കുന്നതെന്നറിയോ നിങ്ങൾക്ക്? ആ ഉമ്മയ്ക്ക് എത്രത്തോളം വിഷമമുണ്ടാകും ആ ഒരു വിഷയത്തിൽ. ആരാ കാണിച്ചത്? സ്വന്തം ജ്യേഷ്ഠന അനിയനെ കുത്തിക്കൊന്നിട്ടുള്ളത്. എന്നിട്ട് വലിയവനായിട്ട് പോയിട്ട് ഞാൻ അവനെ കൊന്നു എന്ന് പറയാ. ആ ഉമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ പ്രിയമുള്ളവരെ. വേറെ സ്നേഹിച്ച് താലോലിച്ച് വളർത്തിയ പാലും പഴവും ഒക്കെ കൊടുത്തിട്ട് കയ്യോ കാലോ വളരുന്ന എന്ന് വിചാരിച്ചുകൊണ്ട് വളർത്തിയെടുത്ത 2 മക്കൾ, ഈ 2 പ്രിയപ്പെട്ട മക്കള് അവിടെ നിന്ന് ഈ ചോരകൾ തന്നെ തമ്മിലടിച്ചിട്ട് പടച്ചവനെ ഒരുത്തനെ കൊണ്ടുപോകുന്നത് പള്ളിക്കാട്ടിലേക്കാ, ഒരുത്തനെ പോലീസ് വന്നിട്ട് ജയിലിന്റെ ഉള്ളറയിലേക്കാ കൊണ്ടുപോകുന്നത്. ആ ഉമ്മ തകർന്നു പോയില്ലേ എൻ്റെ പ്രിയമുള്ളവരെ? ആ ഉമ്മ തകർന്നു പോയില്ലേ എൻ്റെ പ്രിയമുള്ളവരെ? പല രൂപത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അവര് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടായിരുന്നു, ബിസിനസ് പരമായിട്ടുള്ള ഒരുമിച്ചിട്ടുള്ള ഇടപാടുകളായിരുന്നു, അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു എന്നൊക്കെ. എങ്ങനെയായാലും, എത്ര വലിയ തർക്കമായാലും, വാശിയായാലും, ദേഷ്യമായാലും ഒരു കൊലയിലേക്ക് എത്തപ്പെടുക എന്ന് പറയുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അല്ലാഹു തആല മരണപ്പെട്ട പൊന്നുമോൻ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു തആല കൊടുക്കട്ടെ. എന്ത് തന്നെ പ്രശ്നമായാലും എൻ്റെ പ്രിയമുള്ളവരെ കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്ന അവസ്ഥ അത് വല്ലാത്തതാണ്. നമ്മുടെ റൂട്ട് നമ്മൾ ക്ലിയർ ആക്കണം. എത്ര ബിസിനസ് ആയാലും, എത്ര വലിയ സമ്പത്തിന്റെ ഇടപാടുകളായാലും എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വിഷയത്തിൽ ഒരു വലിയ ധാരണ നമുക്കുണ്ടാകണം, ഒരു വലിയ ബോധം. അവർക്ക് ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം, അവരെന്ത് പറയണം, എന്ത് ചിന്തിക്കണം എന്നതിൻ്റെ ഒരു പ്രത്യേകമായ റൂട്ട് മാപ്പ് എൻ്റെ പ്രിയമുള്ളവർ അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവർ ഇതുപോലെ അവരുടെ ജീവിതം നഷ്ടപ്പെട്ട് സമൂഹത്തിന്റെ മുമ്പിൽ ഇല്ലാത്തവരായി, ഒന്നും അറിയാത്തവരായി, ജീവിതം മുഴുവനും നഷ്ടപ്പെട്ട രൂപത്തിൽ, ജീവിതം മുഴുവനും പടച്ച റബ്ബേ ഒരു കത്തിക്ക് കീഴിലോ അല്ലെങ്കിൽ ഒരു വിശക്കുപ്പിയിലൊക്കെ തിങ്ങി നിൽക്കുന്നത് അല്ലാഹുവേ പടച്ചവനെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിങ്ങനെ കണ്ടപ്പോ കണ്ണ് നിറഞ്ഞു പോയി. ആ നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ പടച്ചവനെ, ആ മനുഷ്യന്റെ, ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്താ? ഇനി ഇപ്പോ വാശിപ്പുറത്ത് അവൻ ചെയ്തു. ദേഷ്യം എന്ന് പറയുന്നത് തന്നെ ഇബ്ലീസിന്റെ സ്വഭാവ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നരകത്തിൽ നിന്നുള്ള തീക്കട്ട എടുത്തിട്ട് പടച്ചവനെ ഇബ്ലീസ് കൊണ്ടുവന്നിട്ട് അവന്റെ ഞരമ്പിൽ വെക്കും, ദേഷ്യം കയറും. ഇബ്ലീസിന്റെ സ്വഭാവമാ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്നത്തെ രാത്രിയിൽ അവനക്ക് ഓർമ്മ വരും, പടച്ച റബ്ബേ എന്തിനാ ഞാൻ എൻ്റെ കൂടപ്പിറപ്പിനെ കൊന്നു കളഞ്ഞത്? അവർക്ക് ഓർമ്മ വരും. ഇനി അത് അവര് കരയും, പൊട്ടിക്കരയും. അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പടച്ച റബ്ബേ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊന്നൊടുക്കി. പടച്ച റബ്ബേ അവന്റെ മൈൻഡിലേക്ക് വല്ലാതെ കയറിയ ആ ഒരു കൊലപാതക ചിന്ത ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പടച്ച റബ്ബേ പിന്നീട് അവൻ കരഞ്ഞിരുന്നു, അങ്ങനെ പറഞ്ഞിരുന്നു എന്നൊക്കെ പുറത്തുള്ള വാർത്തകൾ ഇങ്ങനെ വരുന്ന കണ്ടിരുന്നു. ഇതൊക്കെ എപ്പോഴാ ഓർമ്മ വരിക? നഷ്ടപ്പെടേണ്ടത് മുഴുവനും നഷ്ടപ്പെട്ടിട്ട് പടച്ച റബ്ബേ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിന്നെ മാനസികമായിട്ട് പിരിമുറുക്കം ഇത് അനുഭവിപ്പിക്കും, നിന്നെ വേദനിപ്പിക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ്, നന്മയുടെ പക്ഷത്തിന് ചേർന്ന് നിൽക്കാൻ തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആ ചെറുപ്പക്കാരൻ വാശിപ്പുറത്തത് ചെയ്തു. നിന്നെ കൊണ്ട് ഇബ്ലീസ് ചെയ്യിപ്പിച്ചതാണ്. ആദ്യമായിട്ട് അവിടുന്ന് കൊലപാതകം നടത്തിയ ചരിത്രം നമുക്കറിയാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 മക്കൾ ഒരു സുന്ദരിയായ പെണ്ണിന് വേണ്ടിയിട്ട് അവിടുന്ന് കൊലപാതകം നടത്തി. കൊന്നു കളഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, കൊന്നു കളഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ചരിത്രത്തിൽ കാണാം, ഒരു കാക്ക അതിന്റെ ഭക്ഷണത്തിൽ എന്തോ വസ്തുവിനെ, ജീവിയെ പിടിച്ചിട്ട് അതിനെ വിച്ചു മൂടുന്നത് അല്ലെ, മണ്ണിങ്ങനെ മാതുന്നത് കണ്ടു. എന്നിട്ട് അതിലിട്ട് മൂടി പോകുന്നത് കണ്ടു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാ കൊലപാതകൻ അത് കണ്ടത്. പടച്ച റബ്ബേ, ആ മനുഷ്യനെ, മരിച്ച ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനെ മണ്ണിലേക്കിട്ട് മൂടി അവിടുന്ന് മറമാടുകയും ചെയ്തു. ചരിത്രത്തിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ലോകത്ത് ഇനി ഒരു മനുഷ്യൻ ഒരു കൊലപാതകം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ശിക്ഷ ആ മനുഷ്യനുണ്ടെന്ന, അദ്ദേഹത്തിനുണ്ടെന്ന. കാരണം അത് തുടക്കമായിട്ട് കാണിച്ചത്, ആദ്യമായിട്ട് കൊലപാതകം നടത്തിയത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളിൽപ്പെട്ടവരാണ്.
അതുകൊണ്ട് തുടക്കം ചെയ്തവനിക്ക് അതിന്റെ പ്രതിഫലം, നന്മ ചെയ്താൽ അതിന്റെ നന്മയുടെ പ്രതിഫലം, തിന്മ ചെയ്താൽ അതിന്റെ ആ തിന്മയുടെ ശിക്ഷ അത് ആ മനുഷ്യനുണ്ടാകുമെന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ടാണല്ലോ പല സ്ഥലങ്ങളിലും വല്ല നന്മയും നിലനിർത്താൻ വേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അത് അവിടെ ഇങ്ങനെ നിൽക്കുന്ന കാലത്തോളം അതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും. ജാരിയായ സ്വതക്ക, ജാരിയായ അമലുകളൊക്കെ നമ്മൾ പറയും അല്ലേ. അല്ലാഹു തആല നന്മയുടെ പക്ഷം നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാനിങ്ങനെ ആലോചിച്ചു പോയി, പടച്ചവനെ ആ ചെറുപ്പക്കാരന്റെ ആ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ? ഒരു മകനെ കൊണ്ടുപോയിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയത്, വെട്ടിപ്പൊളിച്ച ശരീരവുമായിട്ട് ഉമ്മാന്റെയും സഹോദരങ്ങളുടെയും മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കാൻ കാരണം പടച്ചവനെ ഞാൻ ഏറെ സ്നേഹിച്ച, പോറ്റി വളർത്തിയ, കൈകാലുകളോ കയ്യോ കാലോ വളരുന്നു എന്ന് നോക്കി വളർത്തിയ സ്വന്തം മകനാണെന്ന് അറിയുമ്പോ ആ ഉമ്മയുടെ ഹൃദയത്തിന് എത്ര വേദന ഉണ്ടാകും അല്ലെ? ആ സഹോദരങ്ങളുടെ മനസ്സിന് എത്ര വേദന ഉണ്ടാകും. എന്നിട്ട് കൊണ്ടുവന്ന് വെക്കുക മുമ്പിൽ. ആരാ കൊന്നത്? ജ്യേഷ്ഠൻ തന്നെയാ. പടച്ച റബ്ബേ, ആ കൊലപാതകം നടത്താൻ എത്ര ധൈര്യമുണ്ടാകുന്ന ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ ഒരു ധൈര്യം എവിടെ നിന്ന് വന്നു? എന്റെ പ്രിയമുള്ളവരെ, ഇബ്ലീസിന്റെ ശർറ, ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ശർറ അദാബാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവേ, ഇബ്ലീസിന്റെ ദുർബോധനങ്ങളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാക്കട്ടെ. ഒരാളെ പിടിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് വെക്കുമ്പോൾ ഒരുത്തനെ പോലീസ് വിലങ്ങും ധരിച്ചിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകുക. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ റബ്ബേ, ഞങ്ങളെ മക്കളെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, മരിച്ച സഹോദരന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കൊക്കെ നീ ബോധം നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.